രേവതിയുടെ സത്യം ബോധിപ്പിക്കാൻ വേണ്ടി, രേവതി നിഷ്കളങ്കയാണ്, രേവതി കള്ളിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി രേവതിയുടെ കഴുത്തിൽ താലി കെട്ടിയ സച്ചി രേവതിയുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ്. സച്ചി രേവതിയുടെ കൂടെ നിൽക്കുന്നുള്ളതിൻ്റെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ എപ്പിസോഡ്. സ്വന്തം അമ്മയെ പോലും ചോദ്യം ചെയ്യുമ്പോൾ സ്വന്തം ഭാര്യയുടെ ആത്മാർത്ഥത, നിഷ്കളങ്കത, സത്യസന്ധത സച്ചി വെളിവാക്കുന്ന ഭാഗങ്ങളാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ. അത് ബാമാൻറ്റിയെ ചോദ്യം ചെയ്ത് ബാമാൻറ്റിയുടെ അടുത്ത് നിന്ന് സത്യം തെളിയിക്കാൻ വേണ്ടി സച്ചി ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ കൂട്ടുകാരി, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി ഇന്നലെ തന്നെ പറയുന്നുണ്ട്, ബാമയുടെ ഫോൺ വന്ന സമയത്ത് മിസ് കോൾ അടിച്ചിട്ട് ബാമേനെ കൊണ്ട് തിരിച്ചു വിളിപ്പിച്ച് രേവതിയാണ് അവിടുത്തെ പൈസ എടുത്തതെന്ന് ചന്ദ്രമതി പറയുന്ന സമയത്ത് ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണല്ലോ രേവതി, സച്ചി, രവീന്ദ്രനും എല്ലാവരും, വർഷി, ശ്രീകാന്തും എല്ലാവരും. പക്ഷെ ഇതിൽ കിണ്ണം കെട്ട കള്ളൻ കൂട്ടത്തിൽ തന്നെ ഉള്ളത് കാരണം കൊണ്ട് അതിൽ പരിങ്ങി നിൽക്കുന്ന ഒരാളുണ്ട്, ശ്രുതിക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ ശ്രുതി രേവതി തന്നെയാണ് എടുത്തതെന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി ഇരിക്കുന്നത്. പക്ഷെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ പാവം പോലെ നിൽക്കാണ് ശ്രുതി. വീണ്ടും ചന്ദ്ര ഫോണിൽ കൂടെ പറയുന്നുണ്ട്, രേവതി എടുത്തെന്നോ? എന്താ ബാമേ നീ പറയണ? രേവതി അവിടെ മുറിയിൽ തുണി കൊടുന്ന് വെച്ചിട്ട് നിനക്ക് അവളെ സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് രേവതി വിഷമത്തോടുകൂടി. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എന്താ ഈ പറയണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്ര വീണ്ടും അത് തന്നെ ഊന്നി രേവതിയെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് സച്ചി ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചിട്ട് ബാമാൻറ്റിയോട് ചോദിക്കാണ്, ബാമാൻറ്റി നിങ്ങൾ എന്തൊക്കെ നുണയെ പറയണ? നിങ്ങൾ പറഞ്ഞോ രേവതിയാണ് ഈ പൈസ എടുത്തതെന്ന്? അപ്പൊ ബാമ പറയുന്നുണ്ട് അവിടുന്ന്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മോനെ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പിന്നെ എന്തർത്ഥത്തില് രേവതി എടുത്തതെന്ന് പറയണത്? അത് പിന്നെ മോനെ പൈസ കാണാതെ ഇപ്പൊ പറഞ്ഞിട്ട് ബാമ കിടന്ന് ഉരുളാണ്. ഇതിന്റെ സത്യം ഞാൻ തെളിയിച്ചിരിക്കും ബാമാൻറ്റി, എൻ്റെ ഭാര്യയുടെ നിഷ്കളങ്കത തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി ഫോൺ കട്ട് ചെയ്തിട്ട് ചന്ദ്രടയിൽ കൊടുക്കണം. അപ്പൊ ചന്ദ്രമതി പറയണ, ഈശ്വര ഇനി ഞാൻ കരഞ്ഞിട്ട് പറയണ, ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ഞാൻ ആളുകളുടെ മുഖത്ത് നോക്കും? ബാമയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവളുടെ വീട് പോലും എനിക്ക് ഡാൻസ് സ്കൂളാക്കാൻ വേണ്ടി തന്നവളെ ഇനി ഞാൻ എങ്ങനെ അവളെ ഫേസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണ്ട, അമ്മേ ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അച്ഛാ ഞാൻ ഒരിക്കലും ഒരാളുടെ ഒരു മുതൽ പോലും ആഗ്രഹിക്കാത്ത വ്യക്തിയെ ഞാനത് ചെയ്തിട്ടില്ലേ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇത് കേക്ക്, ആ കുട്ടി എത്ര നിഷ്കളങ്കമായിട്ടാ പറയണ. അവൾ എന്തെങ്കിലും ഇന്ന് വരെ ഒരാളുടെ സാധനം എടുത്തതായിട്ട് നിനക്കറിയാവും? നീ എന്തിനാ വെറുതെ അവളുടെ മേത്ത് പഴി ചാരണ ചന്ദ്രേ? നിന്റെ ഈ സ്വഭാവം മാറ്റാറായില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് രവീന്ദ്രൻ ചന്ദ്രമതിയെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ഞാനല്ലോ ബാമയല്ലേ പറഞ്ഞത്, സംശയം കൊണ്ടല്ലേ പറഞ്ഞ, അവളല്ലേ ബാമയുടെ റൂമിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും ഈ കുറ്റ രേവതിയുടെ തല്ലേക്ക് തന്നെ എടുത്തിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയണ, നീ എത്ര പറഞ്ഞിട്ട് നിനക്ക് കാര്യമില്ലല്ലോ, എനിക്ക് ഉറപ്പാണ് എൻ്റെ രേവതി മോൾ അങ്ങനെ ചെയ്യില്ല എന്ന്. അപ്പൊ സച്ചി പറയും, നിങ്ങൾ കണ്ടോ രേവതി അവിടുന്ന് പൈസ എടുക്കണ്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാ രേവതിയെ മാത്രം സംശയിക്കുന്നത്? നിങ്ങളായിക്കൂടെ എടുത്തത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചി രേവതിക്ക് വേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ചിലപ്പോൾ രേവതി തന്നെയാവും എടുത്തിട്ടുണ്ടാവുക. രേവതി കരഞ്ഞ് തളരുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുന്ന വർഷ സഹി കെട്ടിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തർത്ഥത്തിലാണ് എഴുതിയ കുറ്റം പറയണത്? എടുത്തി പൈസ എടുക്കണത് അമ്മ കണ്ടോ? എന്തിച്ചിട്ട് എടുത്തി കുറ്റം പറയണതെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കണ വർഷ പൊട്ടിത്തെറിക്കുകയാണ്. പിന്നല്ലാതെ രേവതി ചേച്ചിക്ക് വിഷമം വരില്ലേ? ഒരാൾ മനസ്സാവാച്ച കർണ അറിയാത്ത കാര്യത്തിന് ആളെനെ കുറ്റപ്പെടുത്തുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം വരും. ആൻറ്റി കണ്ടോ രേവതി ചേച്ചി പൈസ എടുക്കണത്? ഇല്ലോ, അറിയാത്ത കാര്യം ആൻറ്റി എന്തിനു രേവതി ചേച്ചിയുടെ തലയിൽ കെട്ടിവെക്കാൻ നിൽക്കണേ? അവളുടെ കുടുംബം മൊത്തം മോഷ്ടാക്കളുടെ കുടുംബമല്ലേ? രേവതി ചേച്ചിയുടെ കുടുംബം മൊത്തം മോഷ്ടാക്കളുടെ കുടുംബമാണോ? രേവതി ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ട് ആൻറ്റി പറയണേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ചി പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിന്റെ മോഷ്ടാക്കളുടെ കുടുംബമല്ലേ? നിങ്ങളുടെ മകൻ കല്യാണപ്പന്തലിൽ വെച്ചൊരു പെൺകുട്ടീനെ താലി കെട്ടാതെ 50 ലക്ഷം രൂപ എടുത്ത് ഓടിപ്പോയത് അത് മോഷ്ടാക്കളുടെ കുടുംബമല്ലേ? നിങ്ങളും നിങ്ങളുടെ മകനും കൂടി രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ എടുത്തിട്ട് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാക്കി, അത് മോഷണല്ലേ? അപ്പൊ ആരാണ് മോഷ്ടാക്കളുടെ കുടുംബത്തിലുള്ളത്? നിങ്ങൾ മോഷ്ടാക്കളല്ലേ? അപ്പൊ ഞാൻ എന്താ പറയണ്ടത്? നിങ്ങളുടെ കുടുംബം മോഷ്ടാക്കളുടെ കുടുംബം എന്നാണ് ഞാൻ പറയേണ്ടത്. ചോക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഉത്തരം മുട്ടാണ്. രവിയേട്ട എത്രയും പെട്ടെന്ന് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ രവിയേട്ട, രേവതിയോട് സച്ചിയോട് എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും, എൻ്റെ ചന്ദ്രേ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ മക്കളെ ഇവിടുന്ന് രേവതിനെ സച്ചിനെ ഇവിടുന്ന് ഇറക്കി വിടണം എന്നല്ലേ നിന്റെ ആഗ്രഹം? നടക്കില്ല ചന്ദ്രേ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അവർ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവില്ല.
ഇനി അഥവാ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ അവസാനിക്കണം എന്ന് പറയുമ്പോൾ സച്ചിക്ക് വിഷമമാണ്. അപ്പോൾ സച്ചി പറയണം, അച്ഛാ ഇങ്ങനെയൊന്നും പറയില്ല അച്ഛാ, ആരും എവിടേക്കും പോവില്ല, ഇതിൻ്റെ സത്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് തെളിയിക്കാം എന്ന് പറയണം. അപ്പോൾ വർഷ പറയണ, ആൻറ്റി എന്തറിഞ്ഞിട്ടാ ഈ ആൻറ്റി പറയണ? ആൻറ്റി വായി തോന്നിയത് മുഴുവൻ പറയാ രേവതി ചേച്ചീനെ പറ്റിയിട്ട്. ആൻറ്റിക്ക് ബുദ്ധിയില്ല ഇത്രയും പറയാൻ, ഇത്രയും വൃത്തികെട്ട സ്വഭാവമാണ് ആൻറ്റിയുടെ. ഡി വിളിക്കുകയാണ് അപ്പോൾ വർഷയോട് ചന്ദ്രമതി. അപ്പോൾ പറയാം, എന്നെ പേടിപ്പിക്കണ്ട, ശബ്ദം പൊങ്ങും വേണ്ട, കാര്യം രേവതി ചേച്ചിയോട് ഞാൻ മിണ്ടില്ല, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ ന്യായത്തിന്റെ ഭാഗത്തെ വർഷം നിൽക്കൂ. രേവതി ചേച്ചി പൈസ മോഷ്ടിക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ രേവതി ചേച്ചിനെ ഇങ്ങനെ പഴിച്ചാണ്? ഒരിക്കലും രേവതി ചേച്ചി ഒരാളുടെ പോലും ഒരു രൂപ പോലും എടുക്കാത്ത വ്യക്തിയാണ്. രേവതി ചേച്ചി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരാളാണ്. ഒരിക്കലും രേവതി ചേച്ചി കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. ആൻറ്റി എന്തെന്നെ പറഞ്ഞാലും, ആൻറ്റി ഷൗട്ട് ചെയ്താലും എന്തെന്നെ പറഞ്ഞാലും ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല എന്ന് പറയണ വർഷം. അങ്ങനെ വർഷയും സച്ചിയും രവീന്ദ്രനും ശ്രീകാന്തും എല്ലാവരും രേവതിക്കൊപ്പം രേവതിയെ ചേർത്ത് പിടിച്ചു നിന്നിട്ടാണ് ചന്ദ്രമതിയോട് സംസാരിക്കുന്നത്. പക്ഷെ ചന്ദ്രമതി അപ്പോഴും ഇത് മുഴുവൻ രേവതിയുടെ തലയിലിട്ടേക്ക് എങ്ങനെയെങ്കിലും ആ പൈസ സച്ചി രേവതിയും കൂടി ബാമയ്ക്ക് തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ബാമയുടെ മുഖത്ത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ എനിക്കറിയാം, വാ രേവതി പറഞ്ഞിട്ട് രേവതീനെ അവിടുന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വർഷി ശ്രീകാന്ത് അതിൻ്റെ പിന്നാലെ പോയി. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ പറയും, കഷ്ടം ചന്ദ്രേ, നിന്നെ എത്ര പറഞ്ഞാലും മതിയാവും, നിനക്കൊന്ന് നന്നായിക്കൂടെ ചന്ദ്രൻ, നീ ഈ ജന്മ നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടുന്ന് പോകുമ്പോൾ മെല്ലെ ശ്രുതി സ്റ്റെയർ കേസ് കയറിയിട്ട് ശ്രുതി നിന്നൊക്കെ ഒഴിവായി പോവാണ്. ശ്രുതി പിന്നാലെ പോണ്ട്. ചന്ദ്രമതി അപ്പം ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിട്ട്, ഈശ്വര ഇനിയിപ്പോൾ രേവതി പൈസ കൊടുക്കില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ചന്ദ്രമതി താടിക്ക് കയ്യും കൊടുത്തേക്കാണ്. ഇങ്ങനെ മുകളിൽ പോയി രേവതി ഇരുന്ന് കരയാണ്. അപ്പോൾ സച്ചി പറയും, നിനക്ക് എന്താ രേവതി ചെയ്യാത്ത കാര്യത്തിന് അവർ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുക ചെയ്യുക? സച്ചേട്ടാ, ഞാൻ മനസ്സാവാതെ ഞാൻ ഒരാളുടെ പോലും പൈസ എടുത്തിട്ടില്ല. ഞാനൊരു പൂമാല കൊടുക്കുമ്പോൾ ഒരു രൂപ പോലും ഞാൻ അതിൽ നിന്ന് കൂടുതൽ മേടിക്കാറില്ല. ഞാൻ പണിയണ അധ്വാനത്തിൻ്റെ കണക്ക് മാത്രം, അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ നിമിഷം വരെ ജീവിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കൽ പോലും ഒരാളുടെ സാധനം ഞാൻ കട്ടെടുക്കുക, ഞാൻ പിടിച്ചു പറിക്കുകയോ ഞാൻ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്കുള്ളതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് അമ്മ എന്നെ സംശയിച്ചുള്ള ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ നിറക്കാനുള്ള വിരൽ ചൂണ്ടണത്. അമ്മയുടെ 2 മക്കളും കാശുള്ള വീട്ടിലത്തെ ആൾക്കാരും ഞാൻ കാശില്ലാത്തോടത്തെ ആയ കാരണം കൊണ്ടല്ലേ എനിക്ക് ഈ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത്. ദൈവമേ, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നേക്കണേ? എന്നും കരയാനാണല്ലോ എൻ്റെ യോഗ. എപ്പോൾ നോക്കിയാലും എല്ലാ പഴികളും എൻ്റെ തലയിലേക്കാണല്ലോ ഈശ്വര വന്ന് വീണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കരയാണ്. രേവതി കരയുമ്പോൾ സച്ചി പറയണേ, രേവതി ഇതിപ്പോൾ നീ ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല, ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടത്. അമ്മയുടെ സംസാരത്തിൽ തന്നെ നീ ശ്രദ്ധിച്ചോ? ബാമാൻറ്റിയോട് സംസാരിച്ച് പറയുന്ന പോലെ എല്ലാം അമ്മ സംസാരിച്ചത്. അമ്മ തന്നെ ചോദ്യം, അമ്മ തന്നെ ഉത്തരം പറയാണ്. ബാമാൻറ്റി അവിടുന്ന് അത് പറഞ്ഞോന്ന് പോലും എനിക്ക് സംശയമുണ്ട് രേവതി. എന്തായാലും നിന്റെ സത്യസന്ധത ഞാൻ തെളിയിച്ചിരിക്കുന്നു, നീ ഒട്ടും വിഷമിക്കേണ്ട, ഇതിന് നമ്മൾ അവർക്ക് മറുപടി കൊടുത്തിരിക്കും. സച്ചേട്ടാ, ഇത് നാട്ടുകാരറിഞ്ഞാൽ ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? ഞാൻ കുറേ പേരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ പൂജാമുറിയിലടക്കം പൂ കൊണ്ടുവയ്ക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പോലും എന്നെ വിശ്വാസം, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അവരുടെ വീട്ടിൽ പോലും കയറ്റില്ല, മുറ്റത്ത് പോലും അടുപ്പിക്കില്ലല്ലോ സച്ചേട്ടാ. ഇത് അറിഞ്ഞ് ഞാൻ പിന്നെ എങ്ങനെ എൻ്റെ ബിസിനസ് നടത്തും? ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കുന്നൊക്കെ ചോദിച്ചിട്ട് രേവതി കരയുകയാണ്. രേവതി കരയുമ്പോൾ സച്ചി അവളെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നത്, ഇതിൻ്റെ സത്യം ഞാൻ തെളിയിച്ചിരിക്കും രേവതി. ഞാൻ എന്തായാലും ബാമാൻറ്റി ഒന്ന് കാണട്ടെ, ബാമാൻറ്റിയെ കണ്ട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ബാമാൻറ്റി സത്യം പറയും, എനിക്ക് ഉറപ്പാണ്. നീ വിഷമിക്കാതിരിക്കും, ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിച്ചിരിക്കും എന്നൊക്കെ പറയാണ് സച്ചി. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതിയോട് പറഞ്ഞിട്ട് സച്ചി പോവാണ്. സച്ചി ഇങ്ങനെ കോണി ഇറങ്ങുമ്പോൾ രേവതി അവിടെ നിന്ന് കരയണ കാണുമ്പോൾ സച്ചി പറയണ, പാവം എൻ്റെ രേവതി ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചിട്ട് എൻ്റെ ഭാര്യയുടെ സത്യസന്ധത എനിക്ക് തെളിയിക്കണം പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ശ്രുതിയുടെ റൂമിൽ ശ്രുതി ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, ദൈവമേ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ആൻറ്റി പൈസ മേടിച്ചത് ആൾക്കാരെ അറിയാതിരിക്കാൻ ആൻറ്റി ഇത് ഇങ്ങനെ ഒരു പ്രശ്നമാക്കിയിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആൻറ്റി ഇപ്പോൾ ഇത് ബാമാൻറ്റിയുടെ കാശായിട്ടാണല്ലോ പുറത്ത് കൊണ്ടുവന്നേക്കണേ. ആൻറ്റി ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിച്ചില്ലല്ലോ ഈശ്വര. ഇതിപ്പോൾ കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിലേക്ക് വരുമോ? ഇനിയിപ്പോൾ ഒരു പോലീസ് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നം വരില്ലോ ദൈവേ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആര് വെച്ച്? മനുഷ്യൻ്റെ ഉള്ള സമാധാനം ഉറക്കമൊക്കെ പോയില്ലോ ഈശ്വര. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതിപ്പോൾ അന്വേഷണം വരുമ്പോൾ എൻ്റെ നേർക്ക് വരുമോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ആലോചിക്കുന്ന സമയത്ത് ശ്രുതി അകത്തേക്ക് കയറി വന്നിട്ട് പറയണം, രേവതി തന്നെ പൈസ എടുത്തേക്കണേ. പോലീസിൻ്റെ അടുത്ത് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച തത്ത പറയണ പോലെ അവളെല്ലാം പറയുന്നു പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ല. എന്താ ശ്രുതി നീ ഇത് കേൾക്കണില്ലേ? ശ്രുതി ഒന്നും മിണ്ടാതിരുന്ന. ശ്രുതി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കിടപ്പണ്ട? നമുക്ക് ബാമാൻറ്റിയോട് പറയാം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ. ശ്രുതി എന്തിനാ അതൊക്കെ പറയാൻ നിൽക്കണേ? അവരായി അവരുടെ പാടായി, നമ്മളെന്തെങ്കിലും ഇതിൽ ഇടപെടണേ?
നീ എന്താ അങ്ങനെ പറയണ? അമ്മയ്ക്കൊരു ആവശ്യം വന്നാൽ നീ കൂടെ നിൽക്കണ ആളാണല്ലോ. രേവതീനെ കുത്താൻ കിട്ടുന്ന ഒരു അവസരം നീ പാഴാക്കാറില്ലല്ലോ. ഇപ്പം എന്താ നീ ഇങ്ങനെ ഈ മൗനം പാലിക്കണ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കണ്ടോ? മനുഷ്യൻ ഇവിടെ തീച്ചൂളലിൽ നിൽക്കുമ്പോൾ നീ എന്തേലും പറഞ്ഞോ? ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒരു സമാധാനം തരും എനിക്ക് വെച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോണം. അപ്പോൾ ശ്രുതി ഇവൾക്ക് എന്താ പറ്റി, ഇവളെന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി സത്യം കണ്ടുപിടിക്കാനുള്ള ആ ഒരു യജ്ഞത്തിലേക്ക് കാലെടുത്ത് വെച്ചേക്കണ സച്ചി ബാമയുടെ വീട്ടിൽ പോവാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ബാമ പച്ചക്കറി തരാണ്. ബാമ പറയാണ് കയറി വന്നോളൂ, വാതിലടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സച്ചി കയറി വരാണ്. പക്ഷെ സച്ചിയാണെന്ന് ബാമ അറിയില്ല, ബാമ പുറം തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സച്ചി വന്നിട്ട് പെട്ടെന്ന് ബാമ അങ്ങനെ തിരിഞ്ഞ് സച്ചിയെ കാണാൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറയാം എന്താ ബാമൻ്റെ എന്നെ കണ്ടിട്ടൊരു വ്യത്യാസം, എന്തോ ഒരു ടെൻഷനുള്ള പോലെ. ഒന്നുമില്ല, എനിക്ക് മോൻ വരും എന്നുള്ള ധാരണയില്ലല്ലോ, മോൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ആകെ പെട്ടെന്ന് അമ്പരന്ന് പോയതല്ല, എന്നോടൊന്നും ഇരിക്കാൻ പോലും പറയണില്ലല്ലോ ബാമാൻറ്റി എന്ന് പറയണം. അയ്യോ ഞാനത് പെട്ടെന്ന് മോനെ കണ്ടപ്പോൾ മറന്ന്, മോനെ ഇരിക്കേ എന്ന് പറയണം. അങ്ങനെ ഇരുന്നിട്ട് സച്ചി പറയാണ് ബാമാൻറ്റി വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ, നല്ല പുകില, രേവതി കരച്ചിലോട് കരച്ചില, അവൾ പൈസ എടുത്തു എന്ന് അമ്മ പറയണ, എന്താ ചെയ്യുക, അവളുടെ ഒരു ഗതികേട്, അവൾ ഒരിക്കലും അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം, എന്നാലും ബാമാൻറ്റി ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ബാമാൻറ്റി രേവതീനെ സ്നേഹിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിച്ചത്, ബാമാൻറ്റി എൻ്റെ അമ്മയുടെ പോലെ രേവതീനെ വെറുക്കാന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ മോനെ നീ അങ്ങനെ പറയല്ലേ, എനിക്ക് നിന്നെ രേവതീനൊക്കെ ഒരുപാട് ഇഷ്ടം, എൻ്റെ മക്കളെ പോലെയല്ലേ ഞാൻ നിങ്ങളെ കരുതിയേക്കണം. എന്നിട്ടാണ് ബാമാൻറ്റി പറഞ്ഞത് രേവതി പൈസ എടുത്തു എന്ന്. അതിന് ഞാൻ എപ്പോൾ പറഞ്ഞു രേവതി പൈസ എടുത്തു? എനിക്ക് രേവതീനെ ഒട്ടും വിശ്വാസക്കുറവില്ല മോനെ, രേവതി എടുത്തു എന്ന് ഞാൻ പറയേയില്ല, എനിക്ക് അവളെ സംശയിക്കേയില്ല എന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം പിന്നെന്തിനാ ബാമാൻറ്റി ഫോൺ വിളിച്ചിട്ട് അമ്മോട് പറഞ്ഞത് പൈസ എടുത്തു എന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല, പെട്ടെന്ന് ഇങ്ങനെ പൈസ കാണാനില്ല എന്നുള്ള സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ കിടന്നുരുളാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ സത്യങ്ങളൊക്കെ ഇങ്ങനെ തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചകഞ്ഞ് ബാമയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെന്തിനാ ബാമാൻറ്റി അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാമയ്ക്ക് ഉത്തരവൊന്നും കിട്ടണില്ല. ബാമ അങ്ങനെ ആകെ പരിങ്ങി നിൽക്കണ സമയത്താണ് സച്ചിയുടെ ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ ചൂണ്ടയിൽ കുറക്കാൻ വേണ്ടി സച്ചി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്, ക്ലൈമാക്സ് വരുന്നത്. എന്തായാലും സച്ചിക്ക് സ്വന്തം ഭാര്യയുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും, നമുക്ക് 100% ഉറപ്പാണ്. ജയ അവരുടെ കൂടെ ഇനിയാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനൊരു ത്രില്ലിംഗ് എപ്പിസോഡായിട്ടാണ്, ത്രില്ലിംഗ് എന്നതിൻ്റെ ഉപരി ഒരു ഇമോഷണൽ എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ വരുന്നത്. നിങ്ങൾക്ക് ചെമ്പനീർപ്പൂവ് സീരിയലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്